my cuties, it's me, your Neeraj Amus, Indian Secret Foodie. Welcome back to my YouTube channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് ഒരു ക്ലീനിങ് വ്ലോഗാണ്. ഞാനിപ്പോൾ ക്ലീനിങ് ലൈഫ് സ്റ്റൈലൊക്കെ ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര റിവ്യൂ ആണ്. സോ അപ്പോൾ ഞാൻ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എൻ്റെ റൂമിൻ്റെ ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. റൂമും കിച്ചണും ഒക്കെ ചേർന്നിട്ട് ഞാൻ ക്ലീൻ ചെയ്യുവാണ്. അപ്പം എത്ര സമയം എടുത്ത് ഞാൻ എങ്ങനെയൊക്കെയാണ് കിച്ചണും റൂമും ക്ലീൻ ചെയ്യുന്നതാണ് ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വന്നത്. ഇതൊന്നും ഒരു വലിയ കാര്യങ്ങളല്ല, പക്ഷേ യു കെയിൽ യൂഷ്വലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. അത് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടൊരു ദിവസത്തിലാണ്. കാരണം ഈ ഒരു ക്ലീനിങ് വ്ലോഗ് കഴിഞ്ഞ് എത്രയോ 1-2 ആഴ്ച, 1-2 അല്ല 3-4 ഏകദേശം ഒരു മാസം അടുപ്പിച്ചാവാറായി ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. കാരണം അതിനുള്ള ടൈമില്ല, കാരണം ഓണ സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻട്രോ എടുക്കുന്നതിന് നല്ല ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിവേ ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഒന്ന് രണ്ട് ആഴ്ചയ്ക്ക് ഒരു ട്രിപ്പോ എന്തെങ്കിലും റൂമിൽ നിന്ന് മാറി നിന്നിട്ട് അവസാനം റൂമിലോട്ട് വരുമ്പം ഉള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ കാറിൽ നിന്നൊക്കെ എടുത്ത് ഞാനിങ്ങനെ വെച്ചേക്കുവാണ്. എൻ്റെ ബാഗ്, ഇതിൻ്റെ സാധനങ്ങളാണ്. ഇതൊക്കെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇനി റീഅറേഞ്ച് ചെയ്യണം. എൻ്റെ റൂം, എനിക്ക് വന്ന സാധനങ്ങൾ, എൻ്റെ ലെറ്റേഴ്സ്, അത് ഇത് റൂമിൻ്റെ ഒരു എക്സാക്റ്റ് കോലമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. കണ്ടോ, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ ഫുഡും കൂടി മേടിച്ചായിരുന്നു. ഇവിടെ ഈ റൂമിൽ ഞാനിപ്പോൾ വന്ന് കയറി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. കാരണം ആ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ കുളിക്കണം. കുളിക്കുന്നതിന് മുന്നിൽ എൻ്റെ റൂം ഞാനൊന്ന് നല്ലോണം അടുക്കി പറക്കി വെച്ചിട്ട് എനിക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ റൂമിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂം ക്ലീൻ ചെയ്യുന്നത് ഒരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഈ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്തോ ഒരു ഫുഡിൻ്റെ വേസ്റ്റ് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ഭയങ്കര അൺസഹിക്കബിളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂം ക്ലീൻ ചെയ്യുന്നത് ഒരു വ്ലോഗായിട്ട് എടുക്കാമെന്ന് കരുതി. എല്ലാം റീഅറേഞ്ച് ചെയ്യണം, എല്ലാ സാധനങ്ങളും സെറ്റാക്കണം, ഇത് വന്ന സാധനങ്ങളൊക്കെ തുറന്ന് നോക്കണം, ടോയ്ലറ്റിലൊക്കെ സാധനങ്ങളൊക്കെ വെക്കണം, എന്താണ് അതാണ് ഇതാണ് എന്തോ. അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയയും ഇല്ല. ഫസ്റ്റ് നമുക്ക് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് റൂമിലോട്ട് കുറച്ച് വെളിച്ചം വരുത്താം. അലക്സ, ഗുഡ് നൈറ്റ്. ഓക്കേ. ലാബ് ഞാൻ പോയ സമയത്ത് ഓണായിട്ട് ഇരിക്കുന്നതാണ്, ഞാൻ മറന്നുപോയി ഓഫ് ചെയ്യാൻ. അപ്പം റൂമിലോട്ട് കുറച്ച് വെളിച്ചമാണ് നമുക്കിപ്പം ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് മാറ്റി വിൻഡോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ പകുതി സ്മെല്ലും പുറത്തു പോകും. പോട്ടെ, സ്മെല്ലൊക്കെ പോട്ടെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ റൂം ഞാൻ എപ്പോൾ ഞാൻ ട്രിപ്പ് പോകുന്ന സമയത്താണെങ്കിലും റൂം ഞാൻ ക്ലീൻ ആക്കിയിട്ടായിരിക്കും പോകുന്നത്. ഇത്തവണ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഡോബറെ പോകുന്ന സമയത്ത് ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ചെറുപ്പറ സാധനങ്ങളൊക്കെ എടുത്ത് പോകുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ ശ്രദ്ധിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. തുണി വാഷ് ചെയ്യാനുണ്ട്, അലടിയിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, വെള്ളം, അത് ഇത് ജ്യൂസൊക്കെ മേടിക്കാനുണ്ട്, റൂം ക്ലീൻ ചെയ്യാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാൻ പോകുകയാണ്. സത്യം പറഞ്ഞാൽ ഐ ഹാവ് നോ ഐഡിയ ടു വാട്ട് ടു ഡു. അപ്പം എനിക്ക് തോന്നുന്നു ബാഗിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ചിലപ്പോൾ ശരിയാവായിരിക്കും. അതിന് മുന്നിലെ ഞാനൊരു കുറേ നാളായിട്ട് ഈ ഒരു സാധനം വന്നിരിക്കുവാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും ആ ഒരു ടേബിളൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങും. ഇത് ഞാൻ ഇതുവരെ അറേഞ്ച് ചെയ്തില്ല, ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഇതും കൂടെ ഒന്ന് സെറ്റാക്കുമ്പോഴത്തേക്കും ആ ടേബിളിൽ ഒന്ന് ഒതുങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതൊരു ബോക്സാണ് കേട്ടോ. ഒരു ബോക്സ് മീൻസ് കമ്മലും മാലയും വളയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതേ. കണ്ടോ, ഇങ്ങനത്തെ ഒരു കുഞ്ഞു ബോക്സാണ്. എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്കും ഷെയ്ഡുകളും ഒക്കെ ഇതിലിട്ട് വെച്ചാൽ കുറച്ചും കൂടി കംഫർട്ടബിൾ. എന്ന് വെച്ചാൽ ലിപ് ബാം എല്ലാം ഒന്നിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടിട്ട്. ഇതിൻ്റെ താഴെ വെക്കുന്ന ആ ഒരു സാധനമാണ്, നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അയ്യോ, ഇതെന്താ, ഇത് എവിടെയാണ് വെക്കുക? ഇങ്ങനെ തന്നെ ഇരിക്കുന്നില്ല മാൻ. ഇത് എവിടെ വെക്കാനുള്ളത്? ഇതെന്താ? ഇതിൽ പിടിപ്പിക്കാനുള്ളതാ. ഇങ്ങനെ തന്നെ, ഇങ്ങനെ ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ച്, പിന്നെ അതിന് മുന്നിലെ ബാഗിലുള്ള കുറച്ച് സാധനങ്ങൾ ഫസ്റ്റ്, ഇതൊക്കെ വേസ്റ്റാ. ഓക്കെ, ഞാൻ കൊണ്ടുപോയ സാധനങ്ങളാണ്. അലക്കാനുള്ളതല്ല ഒരു സൈഡിൽ ഇടണം. ഇതിലൊക്കെ എൻ്റെ ഓൾമോസ്റ്റ് ഉള്ള മേക്കപ്പ് സാധനങ്ങളാണ്. ഇത് അലക്കാനിടാനുള്ളതാണ്. ഇതൊക്കെ എൻ്റെ കമ്മൽ ബോക്സ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി, കാരണം കുറച്ച് ദിവസത്തെ അധികം നാളത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പിൽ എൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അതിനുള്ളൊരു ടൈം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാണിപ്പം നടക്കുന്നത്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം. അവിടെ ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെറ്റായി. ഞാൻ ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം ഇവിടെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്കുകളെല്ലാം ഓരോ സാധനങ്ങൾ ഇത് ഞാൻ എങ്ങനെ മാറ്റാനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ലിപ് ബാമും സ്ക്രബും ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റാം. അതാകുമ്പം എടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. ലിപ് ബാമാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോണം. ലിപ് ബാം എല്ലാം ഉള്ള ലിപ് ബാമും ഒക്കെ ഞാൻ ഈ ഒരു ലാസ്റ്റ് റോയിൽ ഇടുവാണ്. കാരണം എടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല എടുക്കാൻ. അടുത്ത ഞാൻ യൂസ് ചെയ്യാത്ത, അതായത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് ലിപ്സ്റ്റിക്കുകളുണ്ടല്ലോ, നമുക്കങ്ങനെ വേണ്ട, വല്ലപ്പോഴും എടുത്താൽ മതി എന്നൊക്കെ തോന്നുന്ന കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ടല്ലോ. അയ്യോ, ഇതാണ് ഇങ്ങനെ ഇടുന്നത്. ഇതൊക്കെ വേണ്ട സാധനങ്ങൾ നമുക്ക് ഫസ്റ്റിലിടാം. ഇതൊക്കെ എൻ്റെ ലിപ് കെയറും ലിപ് ബാമും ഒക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് റോയിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ചെയ്യുന്നത് എൻ്റെ മേക്കപ്പ് ആക്സസറീസ് എല്ലാം ഞാൻ ഒന്ന് ഒതുക്കി വെക്കുവാണ്. കാരണം ഇത്തവണ ഞാൻ ആഷ്ഫോർഡുള്ള അവിടെ ഔട്ട്ലെറ്റിൽ ഞാൻ പോയ സമയത്ത് കുറച്ചധികം മേക്കപ്പ് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. കാരണം ഇതിൽ തന്നെ ഒരു ലോഡ് ലിപ്സ്റ്റിക് ഉണ്ട്. ഒരു ലോഡ് ലിപ്സ്റ്റിക്ക് ഇതൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം കൊണ്ടുപോയ പെട്ടിയിലുള്ള കുറച്ച് സാധനങ്ങളും എക്സ്ട്രാ എന്താണോ ആവശ്യം, കുറച്ച് ക്രീമും ഇതൊക്കെ ഇതൊക്കെ ഞാൻ ആഷ്ഫോർഡിൽ നിന്ന് ഔട്ട്ലെറ്റ് ചെയ്ത് മേടിച്ച ഹെയർ മിസ്റ്റാണ്. ഹെയർ മിസ്റ്റിൻ്റെ എന്താണെന്ന് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് നെയിൽ പോളിഷുകൾ മേടിച്ചായിരുന്നു. കുറച്ച് ഫൗണ്ടേഷൻ ബേസ്ഡ് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു. സാലിസിലിക്കിൻ്റെ കോട്ടൺ പാഡ് മേടിച്ചായിരുന്നു. ഇതൊക്കെ എന്താണ് എന്ന് സംശയമുള്ളവർ ജസ്റ്റ് ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്താൽ എനിക്കറിയാം എന്നുള്ള സാധനങ്ങളുടെ ഇത് ഞാൻ പറഞ്ഞുതരാം. കാരണം ബാക്കിയുള്ളത് കണ്ട, ഞാൻ മേടിച്ച നെയിൽ പോളിഷാണ്. കുറച്ചധികം നെയിൽ പോളിഷൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഒരു ബ്ലഷ് മേടിച്ചാണ്. കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് ഒരു ബ്ലഷ് വാങ്ങണം എന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു തോന്നുന്നു, ഞാനിത് ഒരു ലിപ് ഡ്രിങ്കാണ്. അതായത് ഭയങ്കര മോയിസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് എത്ര വെർത്ത്ഫുൾ ആണെന്ന്. പക്ഷേ എൻ്റേത് എപ്പോഴും പിഗ്മെൻറ്റഡ് ഭയങ്കര ഡ്രൈ ലിപ്സാണ്. അപ്പോൾ ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കളറൊന്നുമല്ല, കളർ ഉണ്ടെന്ന് വരുന്നില്ല ഗൈസ്. ഓക്കെ വന്നു. കുറച്ച് മോയിസ്ഡായിട്ട് ഇച്ചിരി ഗ്ലേസ് തിളക്കമൊന്നുമില്ല, ഇച്ചിരി ഗ്ലേസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഞാനിപ്പോൾ ഈ നഖം വളർത്താൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കുറച്ചധികം നെയിൽ പോളിഷ് മേടിച്ചു. ഒരു മാറ്റ് ഫിനിഷ് നെയിൽ പോളിഷാണ് മേടിച്ചത്. പക്ഷേ എനിക്കത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാരണം മാറ്റ് ഫിനിഷ് എനിക്ക് ഫസ്റ്റ് ഒരു കോട്ടിലിട്ടാലും 2 കോട്ടിട്ടാലും എനിക്ക് നെയിൽ പോളിഷ് ശരിയാകത്തില്ല. 1, 2, 3 കുറേ കോട്ടൊക്കെ ഇടണം. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അവിടെ പിടിക്കും ഇവിടെ പിടിക്കും അങ്ങനെ പിടിച്ച് അതൊക്കെ കുളമാകും. ഇതാണ് ആക്ച്വലി നടക്കുന്നത്. ഇതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ചറപ്പറ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഭയങ്കര മെസ്സായിട്ടിരിക്കുകയാണ്. ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നെയിൽ പോളിഷ് റിമൂവറാണ് അത്. പിന്നെ ഈ നെയിൽ പോളിഷാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഞാൻ മേടിച്ചു. ഭയങ്കര നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു ആ നെയിൽ പോളിഷ്. എൻ്റെ ലിപ്സ്റ്റിക്ക്
പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഫോണ്, ആക്സസറീസ് അങ്ങനെയുള്ള സാധനം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് ചറവറ അടിക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്തേക്ക് പോകാം. ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നാൾ കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ഈ ഒരു 3 ഡ്രോയും ഒന്ന് അടുക്കി പറക്കണം. ബിക്കോസ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് അടുക്കി പറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എക്സ്പെഷ്യലി ഒന്നുമില്ല, കുറേ ബോക്സുകളും പിന്നെ എന്തൊക്കെയോ കുറേ സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. ഇവിടെ വെച്ചേക്കാം. സെറ്റാം എല്ലാം സെറ്റ്. അപ്പോൾ അതൊന്നും അടുക്കി പറക്കിയിട്ട് വരാം കേട്ടോ. പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ, ഈ ഒരു ഭാഗം ഞാൻ ഫുള്ളും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം. നെക്സ്റ്റ് കടമ്പ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്ത് ബാക്കി കഴുകാനുള്ളത് കഴുകാനിടുക, അറേഞ്ച് ചെയ്യാനുള്ളത് അറേഞ്ച് ചെയ്യുക. പിന്നെന്താ ഇനി കൊണ്ടുവന്ന സാധനങ്ങൾ അടുക്കി പറക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് കടമ്പ. സോ നമുക്ക് അതിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഞാൻ മേടിച്ച പൂമേൻ്റെ ഷൂ ഇത് എൻ്റെ അൽബേനിയ ട്രിപ്പിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. സോ ഇത് ഇട്ടുകൊണ്ടായിരിക്കും ഞാൻ അൽബേനിയ പോകുന്നത്. അപ്പം ഇത് നമുക്ക് നമ്മുടെ സ്ഥാനത്തേക്ക് വെക്കാം. പൊടിയും പടലും ഒന്നും ഒരിക്കരുത്. ഒരുപാട് ഡ്രസ്സും സാധനങ്ങളും ഞാൻ ആവശ്യമില്ലാതെ കൊണ്ടുപോയി. ഇതിവിടെ വെക്കാനുള്ളതാണ്. ആവശ്യമില്ലാതെ കൊണ്ടുപോയി. ഒന്നും അധികം ഇടേണ്ടി വന്നില്ല. ബിക്കോസ് ഞാൻ അധികം പുറത്ത് പോയില്ല, കുറേ ദിവസം വീട്ടിനുള്ളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഡ്രസ്സുകളാണ്. എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ ഒക്കെ വരുമ്പം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്നലെ ഇട്ടുകൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇന്നലെ ഒരു ഡ്രസ്സ് ഇല്ലാണ്ട് ഞാൻ അവിടെ കിടന്ന് പെട്ട പാട്. കാരണം ഇന്നലത്തെ പാർട്ടിക്ക് ഞാൻ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം എന്നല്ല ഞാൻ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫൈനലി ഞാൻ അത് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥയുണ്ട് പറയാൻ. അപ്പം കുഴപ്പമില്ലായിരുന്നു, പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഇട്ടിട്ടും അത് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം ഞാൻ അകത്ത് ഞാൻ ഒരു ടൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇപ്പം കുറേ ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ വയറ് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയത്. ഇതൊക്കെ അലക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കാണാം. ഏകദേശം ഒരു സൈഡിൽ നിന്ന് ഒതുക്കി. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ മേല. ഞാൻ വിചാരിച്ചു ഒതുക്കി കഴിഞ്ഞ് കുളിച്ചിട്ട് വന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാമെന്നാണ്. പക്ഷേ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇവിടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവിടെ ചെന്നിട്ട് വെള്ളം വാങ്ങാൻ. അപ്പം ഞാൻ ഇടിയപ്പവും ബീഫ് റോസ്റ്റും ആണ് ഞാൻ ഓർഡർ. എനിക്ക് ഇടിയപ്പം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചൂടൊക്കെ പോയി റൂമിൽ ഇരുന്ന് കഴിക്കരുതെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പറ്റുന്നില്ല, കാരണം പുറത്തുപോയി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ അവരുടെ ഒരു സ്പെഷ്യൽ ഗ്രേവി ഉണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. സൂര്യേച്ചി ഉണ്ടാക്കുന്ന ഗ്രേവിയാണ്, കലക്കാൻ മറന്നു, ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇത് ചിക്കൻ്റെ ചാറോ അങ്ങനെ എന്തോ ആണ്. നമ്മൾ ബീഫ് റോസ്റ്റിൽ നിന്ന് നല്ലപോലെ എണ്ണ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണയാണ് എൻ്റെ കാറിലായത്. അപ്പം ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ, ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. യമ്മി. വിഷന്നും കൂടെ ഇരിക്കുന്നതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, അടിപൊളി. ഇങ്ങനെ ബാത്ത് ടബും ടോയ്ലറ്റും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അർജൻറ്റായിട്ട് വേണ്ട സാധനമായിരുന്നു. ബാത്ത് ടബൊക്കെ എക്സ്ട്രീം മെസ്സായിട്ട് കിടക്കുവാണ്. അപ്പം ആ സാധനമാണ്. ഇത് എൻ്റെ നൈനൂസിന് ഞാൻ മേടിച്ചതാണ്. 3 കുട്ടി നിക്കറ്, ഭയങ്കര ക്യൂട്ട് നിക്കറ് കണ്ടോ, ഭയങ്കര ക്യൂട്ട് നിക്കറ്. നൈനൂസിനും സാവൂരിക്കും കൂടെ ഒന്ന് കൊടുക്കാം. കണ്ട, ഭയങ്കര ക്യൂട്ട് നിക്കറല്ലേ, കണ്ട. അപ്പോൾ ഇത് നൈനൂസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം. നൈനൂന് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്താക്കി വെക്കാം. നൈനൂന് ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇത് ഞാൻ നൈനൂന് ഓർഡർ ചെയ്തു, കാരണം ഇതിൻ്റെ സെയിം കളർ ഞാൻ സാവൂരിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഒരെണ്ണം നൈനൂന് ഞാൻ മേടിച്ചു കൊടുത്തു. കുഞ്ഞുടുപ്പും കുട്ടി ഷോർട്ട്സും ഒരു കുഞ്ഞു ബാഗും. അയ്യോ, ഭയങ്കര ക്യൂട്ടല്ലേ ഇത്. അപ്പോൾ ഇത് നൈനൂനാണ്.
അടുത്തതെന്ന് പറയുമ്പോൾ നോക്കട്ടെ ഇതെന്താണെന്ന്. ഐ തിങ്ക് ഇതും എൻ്റെ നൈനൂസിനല്ല, ഇതെനിക്കാണ്. ഇതൊരു ലൈക്ക് പാഡഡ് വെച്ചിട്ടുള്ളൊരു, നമുക്കിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ബ്രാ ഇടേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇത് ഓൾറെഡി പാഡഡ് ആണ്. ഇതിൻ്റെ ഒരു ബ്ലാക്കും ഒരു ഗ്രേ കളറുമാണ്. ഇത് ഞാൻ ഒരുപാട് നാൾ കൊണ്ട് മേടിക്കണം എന്ന് വിചാരിച്ച ഒരു സംഭവമാണ്. അപ്പം അടുത്തത് നമ്മുടെ റൈറ്ററാണ്. നമ്മുടെ സാധനത്തിലൊക്കെ ഇപ്പം മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയിലൊക്കെ എഴുതി വെക്കുന്ന ഒരു റൈറ്ററാണ്. ഇത് സംഭവം ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചല്ല മേടിച്ചത്. കുറേ ബോക്സ് കണ്ടപ്പോൾ ബോക്സുകളായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചതാണ്. പക്ഷെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ എഴുതുന്ന സംഭവം ആയിപ്പോയി. ഓക്കെ, അടുത്തത് എനിക്ക് തോന്നുന്നു ഈ ഒരു 2 പാൻറ്റ് ഇത് എനിക്കാണെന്ന് തോന്നുന്നു. കാരണം ഇതെനിക്ക് തന്നെ കുട്ടി ഷോർട്സ്, ഇങ്ങനത്തെ ഒരു ഷോർട്സും ഇതിന് ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊബർ യൂസ് ചെയ്ത് ഒന്ന് പൊടിയൊക്കെ മാറ്റിയെടുക്കേണ്ട ആ ഒരു സെക്ഷനും കൂടിയേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്ന ലെറ്ററും കൂടി എന്താണെന്ന് പൊട്ടിച്ച് നോക്കാം. എന്തെങ്കിലും ഇപ്പോൾ കാർ എടുത്തതിന് ശേഷം എൻ്റെ ഏറ്റവും വലിയ പേടി എന്തെങ്കിലും ഫൈനായിരിക്കുമോ എന്നാണ്. നമുക്ക് നോക്കാം ഫൈനാണോ എന്തോന്നാണെന്ന് നോക്കട്ടെ. NHSC എന്നാണ് വന്നേക്കുന്നത്. പ്ലീസ് കോൺടാക്ട് യുവർ GP ടു ഹാവ് അപ്പോയിൻമെൻറ്റ്. ഇത് എല്ലാ തവണയും വരുന്നതാണ്. ഫ്യൂ മന്ത്സ് എഗോ വിസിറ്റഡ് ഇൻ യുവർ NHS സർവീസ് സ്ക്രീനിങ് സ്കോൾ. ഇത് ഞാൻ കഴിഞ്ഞ തവണ NHS പോയതിൻ്റെ എന്തോ ഒരു സീനാണ്. ഇത് ചിലപ്പോഴൊക്കെ വരും നമുക്ക് ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NHS വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക. എല്ലാവരും പറയും ഇവിടുത്തെ NHS അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റീൻ്റെ എന്തോ വന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ എൻ്റെ പുതിയ വണ്ടീൻ്റെ ഇതാണ് വന്നേക്കുന്നത്. പുതിയ കാർ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ BWMUL രജിസ്റ്റർ ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് വന്നത്. ഇത് നമുക്ക് കാറിൻ്റെ അകത്ത് ഇടണം. സോ ഇത്രയും സാധനങ്ങളാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്കൊന്ന് മോപ്പ് ചെയ്യാം. ഞാൻ താഴ്ന്ന് വന്നപ്പോഴത്തേക്കും ഈ ഒരു പൂവ് നമ്മുടെ ബാക്ക് സൈഡിൽ വളർന്ന പൂവാണ്. ഞാൻ ഇത് കഴുകാൻ പോയപ്പോഴത്തേക്കും ഈ ഒരു പൂവുണ്ട്. എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് റൂം ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. തളർന്ന് കുറേ നേരം കൊണ്ട് കയറുന്ന ഇറങ്ങുന്നു വയ്യ. ഞാൻ താഴ്ന്ന് ഇച്ചിരി വെള്ളവും കൂടി എടുത്തിട്ട് വന്നുകൊണ്ട് ഞാനത് തണ്ടോടെ 4 കൊല നിന്ന് പൂവെങ്കിൽ പറിച്ചിട്ട് വന്നു. എപ്പോഴും ഞാൻ അവിടെ പൂവാണെങ്കിൽ പറിച്ചിട്ട് വന്ന് റൂമിൽ വെക്കുകയോ താഴെ കിച്ചണിലൊക്കെ വെക്കുകയോ ചെയ്യും സാധാരണ. അപ്പോൾ ഇപ്പം എപ്പോഴും എൻ്റെ റൂമിൽ എന്തെങ്കിലുമൊക്കെ പൂക്കൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. പിന്നെ എത്ര ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു സ്മെല്ല് പോകുന്നില്ല. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ പൂ നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ഞാൻ കയറി വന്നപ്പോൾ കുപ്പി കാണാനില്ലായിരുന്നു. അങ്ങനെ കുപ്പി അന്വേഷിച്ച് വീണ്ടും താഴെ പോയി. അങ്ങനെ ഫുൾ ടാസ്ക്കായിരുന്നു. ഭയങ്കര മുള്ളുള്ള പൂവാണ് കേട്ടോ. ഭയങ്കര മുള്ളുള്ള പൂവാണ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ? ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്. എപ്പോഴും ഞാൻ എൻ്റെ പൂക്കളൊക്കെ ഇവിടെ ആയിരിക്കും വെക്കുന്നത്. എന്ത് പൂവോ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ആയിരിക്കും വെക്കുന്നത്. സാധാ ഞാൻ വലിയ ബൊക്കയൊക്കെ മേടിച്ചിട്ട് വന്ന് ഇതിൽ വെള്ളം നിറച്ചിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷേ ഇതിൽ നിറച്ച് വെക്കാനുള്ള അത്രയും എന്തായാലും ഇപ്പം ഇല്ല. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ റൂം ക്ലീനിങ് ടോട്ടലി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വാക്കിംഗ് ചെയ്തു. ഇനി നമ്മളെ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് ഈ ഇട്ടേക്കുന്ന ഡ്രസ്സും കൂടി വാഷിങ്ങിന് ഇട്ടിട്ട് അതൊന്ന് വാഷ് ചെയ്യാനിടുക. ഇത്രയേ ഉള്ളൂ. ഇതോടെ എൻ്റെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നിൽ ഇന്നൊരു ഫ്രീ ഡേ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സ്കിൻ കെയറും കൂടി ചെയ്തതിന് കുറേ നാളെ സ്കിൻ കെയർ ചെയ്തിട്ട് അടിച്ച് നനച്ചിട്ടുള്ളൊരു കുളിയായിരിക്കും. അപ്പം കുറച്ച് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് പോയി കുളിക്കാം. ഓക്കെ, പോയിട്ട് വരുന്നവരേക്കും എത്രയൊക്കെ എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇനി ഏത് രാജ്യത്തോട്ടോ എങ്ങോട്ട് നമ്മൾ ഒരു മാസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ 2 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസമോ 1 വർഷത്തിന് വേണ്ടി നമ്മൾ എവിടെ പോയാലും പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ വീട്ടിൽ വന്ന് നമുക്ക് കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസവും ആ ഒരു ഫ്രഷ്നെസ്സും നമുക്ക് എവിടെ പോയി എത്ര കാലം നിന്നാലും കിട്ടത്തില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാനിപ്പോൾ സൂപ്പർ കുളിയൊക്കെ കുളിച്ച് ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കി, റൂം വൃത്തിയാക്കുമ്പോൾ തന്നെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ആക്കി, പിന്നെ എല്ലാം സെറ്റാക്കി. ഇനിയിപ്പോൾ ഞാൻ ഫേസ് കെയർ കൂടെ ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എഡിറ്റിംഗ് പരിപാടിയിലേക്ക് പോവാണ്. വിശക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ ഗോ ഔട്ട് ഫോർ സംതിങ് ടു ഈറ്റ്. അല്ലാണ്ട് ഇവിടെ ഒന്നും വെക്കാനില്ല, കാരണം ലിഡിലൊക്കെ അടച്ചു ഓൾറെഡി ലിഡിൽ അടച്ചു. സോ അപ്പോൾ നമുക്ക് ഒന്നും തന്നെ ഇവിടെ വെക്കാനില്ല. അപ്പം എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് പോയാലേ പറ്റത്തുള്ളൂ. സോ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട്. സോ ഗൈസ്, എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതാണ്. പക്ഷേ അല്ല, സാവുരി അവിടെ ഭയങ്കര കരച്ചിലാണ്. സാവുരി നോക്കാൻ അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി സാവുരി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ടീഷർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും. നമ്മൾ മാളിൽ പോയി ആഷ്ഫോർഡ് ഇൻ്റർനാഷണൽ ഔട്ട്ലെറ്റിൽ പോയപ്പോഴത്തേക്കും ഞാൻ നോർത്ത് ഫേസിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. 18 പൗണ്ടോ സംതിങ് എന്തോ ഇതിനുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട് കുറച്ച് ടൈറ്റ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി സാവരി പോയി എടുക്കുന്ന സാവരിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം, എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുഞ്ഞൊരു ക്ലീനിങ് ചിലപ്പോൾ ഒരു വെറുപ്പിയൊരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ അമ്മൂസ് യൂട്യൂബ് ചാനലൊപ്പം നീരജ അമ്മൂസ് ഇൻസ്റ്റ ഐ ഡി സപ്പോർട്ട് ചെയ്താൽ എൻ്റെ ലൈഫ് സ്റ്റൈലും വ്ളോഗും കാര്യങ്ങളും എല്ലാം ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എൻ്റെ സ്റ്റോറികളിൽ. സോ എനിവേ, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ബൈ ഫ്രം നീരജ അമ്മൂസ്.